മിഠായി വാങ്ങണം അല്ലേ? അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ചെറിയ പൈസക്കുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടും. ആ പുസ്തകങ്ങൾ അതുപോലെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ ലൈബ്രറിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികൾക്ക് അത് വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഇതൊരു നല്ല മാതൃകയാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മൾ വെറുതെ മിഠായി വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് പോലെ കാര്യമുണ്ടോ? മിഠായി അപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞു അല്ലേ? പക്ഷെ പുസ്തകം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കുട്ടികളുടെ അടുത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ പേരൊക്കെ അതിൽ കാണും. അപ്പൊ നിങ്ങളുടെ പിറന്നാളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ പുസ്തകങ്ങൾ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഇവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കുക. സ്കൂളിന് മൊത്തം മാതൃകയാണ് ഇവര്. അപ്പോൾ അവര് വാങ്ങിയ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രീജ ടീച്ചറേയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എസ് എം സുജ ടീച്ചറേയും സ്വാഗതം ചെയ്യുന്നു. എവിടെ ഇപ്പൊ നേരിട്ടല്ലാതെ എന്റെ ക്ലാസ്സില് ഫ്ലെക്സില് അല്ലേ? എന്തിനാ അവിടെ ഫ്ലെക്സ് വെച്ചിരിക്കണ? എന്താ LSS സ്കോളർഷിപ്പ് അറിയോ? നമ്മൾ 4ാം ക്ലാസ്സിലെ കുട്ടികളെ LSSും 7ാം ക്ലാസ്സിലെ കുട്ടികളെ ESSും പരീക്ഷ എഴുതുന്നുണ്ട്. അതൊരു ഗവൺമെന്റ് സ്കോളർഷിപ്പാണ്. അവർക്ക് 4ാം ക്ലാസ്സിൽ കിട്ടിയത് 7ാം ക്ലാസ് വരെ ഗവൺമെന്റിന്റെ ക്യാഷ് പ്രൈസാണത്. അത് നമ്മുടെ സാധാരണ നിലവാരത്തിൽ നിന്നും ഒരു സ്റ്റെപ്പ് ഉയർന്ന ചോദ്യങ്ങളാണ് സാധാരണ ഇതിൽ വരാറ്. അതിനൊരു പ്രത്യേക പരീക്ഷേണ്ട കുട്ടികൾ തന്നെയാണത്. അതുപോലെ എല്ലാവരും ഇപ്പം 4ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കുട്ടികൾ 4ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനും 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ USS എഴുതാനും ശ്രദ്ധിക്കുക. അത് ഒരു അഭിമാനകരമായ ഒരു നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ. അവരുടെ പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നു കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവർ നമ്മളെ സ്കൂൾ ആദരിക്കുന്നുണ്ട്. അതിന് പുറമെ അവരവരുടെ സന്തോഷം എങ്ങനെയാണ് നമുക്ക് തന്നത്? നമ്മുടെ ലൈബ്രറി വായനയിലൂടെയാണ് നമ്മൾ വളരേണ്ടത്. നമ്മുടെ ലൈബ്രറിയിലേക്ക് നമുക്ക് വായിക്കാനായിട്ട് പുസ്തകങ്ങളാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വായനാ ദിനത്തിലൊക്കെ ടീച്ചറോട് പറഞ്ഞിരുന്നു, സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്യുക. അതുപോലെ ക്ലാസ് ലൈബ്രറികളിലേക്കും ക്ലാസ്സിൽ വായനാമൂലം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ലൈബ്രറി പുസ്തകങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മാക്സിമം ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇപ്പോഴും നമ്മുടെ ആ പഴയ തന്നെ സ്കൂൾ ലൈബ്രറിയുടെ വിപുലീകരണം നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെ ലൈബ്രറി ബുക്സ് ധാരാളം ഉണ്ട്. അത് ഉണ്ടായിട്ട് കാര്യമില്ല, അത് വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. നടക്കില്ല അല്ലേ? നമ്മുടെ LSS വിജയികൾ ചെയ്ത നല്ലൊരു പ്രവർത്തനമാണ് നിങ്ങൾ കണ്ടത് അല്ലേ? സ്കൂളിലേക്ക് കുറച്ച് പുസ്തകം എന്ത് ചെയ്തു, അവര് സംഭാവന ചെയ്തു. അത് മറ്റു കുട്ടികൾ വായിക്കട്ടെ പറഞ്ഞിട്ടാണ്. ഞങ്ങളോടൊത്ത് കുട്ടികളും വായിച്ച് വളരട്ടെ പറഞ്ഞിട്ടാണ്. അവരൊരു ചെറിയ സംഭാവനയാണെങ്കിലും അതിന് വലിയ മൂല്യമുണ്ട്. ആ ഒരു മനസ്സ് വിദ്യാലയത്തിലേക്ക്, ആ മനസ്സ് തന്നെയാണ് ഇവിടെ അംഗീകരിക്കപ്പെടേണ്ടത്. എന്തായാലും ഒരുപാട് നന്ദി. ആ കുട്ടികൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങളും. വേണ്ടേ? നിങ്ങള് എല്ലാ ദിവസവും ആരുടെയെങ്കിലുമൊക്കെ പിറന്നാൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. മിഠായി കൊണ്ട് വരുന്നുണ്ട്. ആ മിഠായിയെ വേണ്ട. മധുരം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷമാണ്. അപ്പോൾ വീട്ടില് അച്ഛനോടും അമ്മയോടൊക്കെ വാശി പിടിച്ചിട്ട് മിഠായിയും കൊണ്ട് സ്കൂളിലേക്ക് വരണ്ട. അതിനു പകരം നിങ്ങളൊരു പുസ്തകം വിദ്യാലയത്തിലേക്ക് സംഭാവന ചെയ്യാം. ഒരു പുസ്തകത്തിന് ആകെ 30 രൂപയോ 40 രൂപയോ വരുള്ളൂ. മിഠായി ചൈനയേക്കാൾ കൂടുതലായിരിക്കും. അത് ശരീരത്തിന് കേടുമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പിറന്നാളുകാര് നിർബന്ധമില്ല, താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യണം? ഒരു പുസ്തകം. ആ പുസ്തകം വാങ്ങിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണ്ട? രക്ഷിതാക്കളെ കടയ്ക്ക് പറഞ്ഞു വിടണ്ട. 30 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ നമ്മുടെ ലൈബ്രറി ചാർജുള്ള ടീച്ചർ രാജ്യ ടീച്ചറാണ്, ടീച്ചറെ ഏൽപ്പിക്കുക. അപ്പോൾ ഒരു 5-6 കുട്ടികളുടെ പിറന്നാളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കാം. എന്നിട്ട് ആ പുസ്തകങ്ങൾ നിങ്ങൾ അസംബ്ലിയിൽ മാസത്തിലൊരിക്കലോ എപ്പോഴെങ്കിലും നമ്മൾക്ക്